കേന്ദ്ര സർക്കാർ അങ്ങേയറ്റം പരിശ്രമത്തിലാണ് ലഡാക്ക് വിഷയത്തിൽ സംഘടനകളെയെല്ലാം എപെക്സ് ബോഡി അടക്കമുള്ള സംഘടനകളെയെല്ലാം ഒരു സമവായ നീക്കത്തിലേക്കൊക്കെ എത്തിക്കാൻ. പക്ഷേ അവർ വഴങ്ങുന്നില്ല. ഈ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യൽ അന്വേഷണം വെടിവെപ്പിൽ അവർ ആവശ്യപ്പെടുന്നു. അത് വാങ്ചുക്കും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം താൻ ആലോചിക്കുകയുള്ളൂ. അപ്പം സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഇന്നിപ്പോൾ ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ടല്ലോ. വിവരങ്ങൾ എന്തൊക്കെ? സ്വപ്ന, ലഡാക്ക് സംഘർഷത്തിൽ സംഘടനകളല്ലേ അപെക്സ് ബോഡി ആണെങ്കിലും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണെങ്കിലും ഈ രണ്ട് സംഘടനകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ചർച്ചയിലേക്ക് പോവുകയും പ്രശ്നപരിഹാരം സാധ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ചൊരു ചർച്ച കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രാഥമിക ചർച്ചകളിൽ പോലും ഇതുവരെ ഈ സംഘടനകൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം വളരെ പെട്ടെന്ന് ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനമായി ആലോചിക്കേണ്ടതാണ്. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കാതെ ഇത്തരത്തിലുള്ള ചർച്ചകളുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് ഇരു സംഘടനകളും നിലപാടെടുത്തിരിക്കുന്നത്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ മജിസ്റ്റീരിയൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. മുകുൾ ബെൻസിവാലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിന്റെ തെളിവെടുപ്പ് 18-ാം തീയതി വരെയാണ് നടക്കുന്നത്. ആ തെളിവെടുപ്പ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 5 വരെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമല്ല. അത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അന്വേഷണമാണ് എന്നുള്ളതാണ് ഇത്തരം സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം അതൊന്നെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കണം. ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് സംഘടന നിലപാടെടുക്കുന്നത്. പക്ഷേ നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയതോടുകൂടി തന്നെ മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇപ്പോഴത്തെ സംഘടനകളുടെ പ്രാഥമിക ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയിലേക്ക് വരണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സോനം വാങ്ചുക്ക് പറയുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, താൻ ജയിലിൽ കിടന്നത് അത് ആദ്യ ഘട്ടത്തിൽ തന്നെ ജോധ്പൂർ ജയിലിലേക്ക് പോകുമ്പോൾ സോനം വാങ്ചുക്ക് പറഞ്ഞത് അത് തന്നെയാണ്. ജയിലിൽ കിടക്കുന്നതാണ് തനിക്ക് നല്ലത്, കാരണം സത്യം തെളിയാൻ അത് ഗുണകരമാകും എന്നുള്ളതാണ് വാങ്ചുക്ക് പറഞ്ഞത്. അതിനിടയിലാണ് തന്നെയാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത്. ആ ഹർജി ഇത് പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ എന്ത് നിലപാട് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ലഡാക്ക് ഭരണകൂടവും എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വാങ്ചുക്കിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിയമ നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ ആവശ്യമായ നടപടികൾ അതിന് എണ്ണ പകർന്നതൊക്കെ തന്നെ വാങ്ചുക്കാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. സ്വപ്ന.